അപ്പം ഇതിൽ സ്നേഹപൂർവ്വം മേധയ്ക്കാണ്. ഞാൻ ഈ ലെറ്റർ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടില്ല. മേധ ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കണം കേട്ടോ. ഞങ്ങൾ വരയ്ക്കും. അപ്പോൾ ആ ടൈമിൽ ഞങ്ങളിങ്ങനെ ഫ്രണ്ടിക്ക് വന്നിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തായിരുന്നില്ല. അപ്പോൾ നാടകത്തിന് ഞങ്ങൾ ആദ്യം ഇങ്ങനെ നാടകത്തിന് വരുന്ന ടൈമിൽ എല്ലാവരും ഭയങ്കര ഇതുണ്ടായിരുന്നു, ഞങ്ങൾക്ക് എന്തെങ്കിലും ചമ്മലുണ്ടെങ്കിലും ചമ്മൽ മാറി കിട്ടിയത് ആ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടും അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് എന്ന് വെച്ചാൽ അവരുടെ മുന്നൊന്നും ചെയ്യാൻ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഓഡിയൻസിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുറെ ആൾക്കാർ സപ്പോർട്ടാണെങ്കിലും ഞങ്ങളോട് അടുത്ത് വന്നിട്ട് എല്ലാം ഓക്കെയാണ്, സെറ്റാണ്, വൈബാണെന്നൊക്കെ പറയും. പക്ഷെ അപ്പുറത്ത് പോയിട്ട് മറിച്ച് പറയണ കുറെ പേരുണ്ട്. അപ്പം ഇല്ലത്തെ കുട്ടികളായിട്ട് ജനിച്ചത് ഒരു ജനറേഷൻ ഗ്യാപ്പിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടോ, അതോ ഇല്ലത്ത് ജനിച്ചത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നുന്നുണ്ടോ? എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഞാനല്ല വേദന ടോപ്പിക്ക് പ്രണയ. ഈ അമ്മ എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോ മീതുന് പെട്ടെന്ന് ഓർമ്മ വരുന്നതാ. ഇപ്പൊ കരയോ? ഇന്നൊക്കെ അറിയണേ. Stamina Saver. Fly with your happiness. ഹായ്, വെൽക്കം ടു മാഡ്നി ലൈവ് ക്ലിക്ക് ടോക്ക്. ഇന്ന് ഒറ്റയടിക്ക് രണ്ട് പക്ഷികൾ എന്ന് പറഞ്ഞ പോലെ രണ്ട് പേരാണ് നമ്മുടെ അതിഥികൾ കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷനൊക്കെ പിന്നീട് തരാം. എന്തായാലും വെൽക്കം മേധ ആൻഡ് വേദ. എനിക്ക് തോന്നുന്നു മേധ ആൻഡ് വേദ അല്ലേ, കറക്റ്റ് അല്ലേ? ഓക്കെ. എന്തായാലും നിങ്ങളെ ഇൻസ്റ്റയിലെ സുന്ദരിമാർന്നാണ് കേട്ടോ അറിയപ്പെടുന്നുള്ളത്. ഞാൻ അത് ഇൻട്രോയിൽ പറയാതെന്ന് എനിക്ക് ചോദിക്കാൻ വേണ്ടിട്ടാ. അങ്ങനെ കേട്ടപ്പോൾ എന്താ തോന്നിയേ? അത്രയ്ക്കൊരിത് ഞങ്ങളെ പറ്റിയിട്ട് തോന്നിയിട്ടില്ല. എന്നാലും ഇങ്ങനെ ഓരോ കമന്റ് എനിക്ക് തോന്നുന്നു ഹേറ്റേഴ്സ് ഇല്ലാത്ത രണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങളായിരിക്കും. കാരണം വീഡിയോൻ്റെ അടിയിൽ മുഴുവൻ എന്താ പറയുക, മുത്തുമണികളെ അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ മക്കളെ പോലെ ഉണ്ട്, ഇങ്ങനെയുള്ള കുറേ കമൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സെലിബ്രിറ്റീസ് ആയി അല്ലേ, ഓൾമോസ്റ്റ് സെലിബ്രിറ്റീസിൻ്റെ ലെവലിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെലിബ്രിറ്റീസ് ആയപ്പോൾ പഴയ ലൈഫിൽ നിന്ന് എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി കൂടിയ പോലെ തോന്നുന്നുണ്ടോ? ഉണ്ട്. അതെന്താ വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് പോയിരുന്നു. ഇപ്പൊ എന്താ വെച്ചാൽ ചോദിക്കോന്നൊക്കെ അത് ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി വെച്ചാൽ അങ്ങനെയല്ല ചോദിക്കണോ, ചോദിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, അവരോട് റെസ്പോൺസ് ചെയ്യാൻ നല്ലൊരു ചമ്മലൊക്കെ വരും ഇടയ്ക്ക്. ഇങ്ങനെ ആൾക്കാരൊക്കെ ചോദിക്കോ എന്നുള്ളൊരു ഇടയ്ക്ക് ഓടി വന്ന് സെൽഫി ഒക്കെ എടുക്കുമ്പോൾ വേദിയല്ലേ സെൽഫി ഒക്കെ എടുക്കുമ്പോൾ സന്തോഷമാണോ തോന്നാറ്, അയ്യോ ഒരു ചമ്മല് പോലെയാണോ തോന്നാറ്, എങ്ങനെ തോന്നാറ്? സന്തോഷമാണ്, പക്ഷെ ഒപ്പം ഒരു ചെറിയൊരു ചമ്മലും ഇതൊക്കെ ഉണ്ട്. പക്ഷെ ചമ്മലൊന്നും ഇനി കാര്യമില്ല, കാരണം ഇപ്പൊ പുതിയ സിനിമ വരാൻ പോവാണല്ലേ. അപ്പം ആ സിനിമയുടെ വിശേഷങ്ങളൊക്കെ എന്താ? അടിപൊളിയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ മാസം 5-ാം തീയതിയാണ് ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തിയ. 1 മാസമുള്ള ഒരു ഷൂട്ടായിരുന്നു. അടിപൊളിയായിരുന്നു. എങ്ങനെയാണ് സിനിമ വേദിയിലേക്കും മേദിയിലേക്കും എത്തുന്നത്? സിനിമ എത്തണത് ഞങ്ങളിങ്ങനെ ഓഡീഷന് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആദ്യം ഓഡീഷനിൽ സെലക്റ്റഡ് അല്ലാതെ വന്നിട്ട് വന്നു. അപ്പം ഞങ്ങളത് വിട്ടു. പിന്നെ വീണ്ടും അത് ക്യാമ്പ് ഉണ്ടായിരുന്നു, സിനിമയുടെ മുന്നേ ക്യാമ്പ് ഉണ്ടായിരുന്നു 5 ദിവസത്തെ. അപ്പോൾ ആ ടൈമിൽ പറഞ്ഞു സെലക്ട് ആയിട്ടുണ്ട്, അത് മാറി വന്ന മെസ്സേജാണ്. അങ്ങനെയാണ് ഒരുപാട് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു, ഭയങ്കര എൻജോയ് ചെയ്തു. വെയിറ്റിംഗ് ആണ് ആ ഒരു മൂവിക്ക് വേണ്ടിയിട്ട്. ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഡ്രാമ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. എത്ര വർഷമായിട്ട് ഡ്രാമ ഒക്കെ പഠിക്കുന്നത്? കഴിഞ്ഞ 2 കൊല്ലമായിട്ട് സ്റ്റേറ്റ് കലോത്സവം നാടകം പോകുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ ലിറ്റിലടുത്ത് വന്നിട്ട് അരുൺലാൽ എന്ന് വന്നിട്ട് ഒട്ടുമിക്ക എല്ലാവരും അറിയപ്പെടുന്ന ഒരു ആളെ കണ്ണേട്ടൻ എന്ന് വിളിക്കുക. കണ്ണേട്ടൻ്റെ ടീമിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. കണ്ണേട്ടനാണ് ഞങ്ങളെ പഠിപ്പിക്കണ ആൾക്കാർ. കണ്ണേട്ടൻ്റെ ഒപ്പമുള്ള കണ്ണേട്ടൻ്റെ ശിഷ്യന്മാരൊക്കെ ഞങ്ങളെ പഠിപ്പിക്കണ ആൾക്കാർ. സ്കൂളിലാണെങ്കിലും നാടകത്തിന് ഏട്ടന്മാരാണ് വരാറ്. അങ്ങനെ ഒരു പിന്നെ അവരുടെ നാടകം കാണാൻ പോകാറുണ്ട്.
അപ്പോൾ അങ്ങനെയാണ് ആക്ടിങ്ങിനൊക്കെ ഒരു ഇഷ്ടം അങ്ങനെയൊക്കെ വന്നു തുടങ്ങി. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സൈലന്റ് ആയിട്ട് ഭയങ്കര ഹംബിളായിട്ട് സംസാരിക്കുന്നില്ല. എങ്ങനെ ഒരിക്കലും ആക്ടിങ് ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡ്രാമയൊക്കെ ചെയ്യുമ്പോൾ അത്രയും ഒരു മോഡുലേഷനും അതേപോലെ തന്നെ പവർഫുൾ ആയിട്ട് നമ്മുടെ ബോഡി ആയാലും ശരി നമ്മുടെ ഫേസ് ആയാലും ശരി അങ്ങനെ ചേഞ്ച് ചെയ്യണ്ടേ. സോ അങ്ങനെ ആ ഒരു മൂവിയിലേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഡ്രാമയിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങളെ മാറ്റാൻ വേണ്ടി ചെയ്യുന്ന എന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ മാറ്റാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങളുണ്ടാകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ചമ്മല. അപ്പൊ നാടകത്തേക്ക് പോകുമ്പോ തന്നെ എങ്ങനെയാവും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം അതായത് ഞങ്ങൾ വരയ്ക്കും. അപ്പോൾ ആ ടൈമിൽ ഞങ്ങളിങ്ങനെ ഫ്രണ്ടിക്ക് വന്നിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ആദ്യം ഇങ്ങനെ നാടകത്തിന് വരുന്ന ടൈമിൽ എല്ലാവരും ഭയങ്കര ഇതുണ്ടായിരുന്നു, കാരണം ഞങ്ങൾ പുറത്തേക്കൊന്നും കാട്ടാതെ ഞങ്ങൾ അവിടെ മാറ്റി വെക്കുന്നല്ലാണ്ട് ഒന്നും മുന്നിക്കൊന്നും ചെയ്യാറില്ല. അപ്പൊ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു, ചെയ്യോ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ നാടകത്തിൽ വന്നത് ഇതുണ്ടായിരുന്നു. അതില് ഏട്ടന്മാരൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും ചമ്മലുണ്ടെങ്കിലും ചമ്മല് മാറി കിട്ടിയത് ആ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടും അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ടാണ്. അപ്പൊ വെച്ചാൽ അവരുടെ മുന്നിൽ ഒന്നും ചെയ്യാൻ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഓഡിയൻസിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടാവും. പിന്നെ ക്യാരക്ടറായിട്ട് നിൽക്കുമ്പോ നമുക്ക് ആ ഒരു ചമ്മല് വേദിയ ഒന്നല്ല, ക്യാരക്ടർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ സ്റ്റേജിലേക്ക് കയറണ ബാക്കെന്ന് പറയും, ക്യാരക്ടറായിട്ട് അങ്ങോട്ട് പൊളിച്ചേക്കും അല്ലെ. അപ്പം എന്തായാലും ആ ഒരു അഭിനയം മോഹമൊക്കെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റീൽസിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു, ഭയങ്കര റീച്ച് കയറുന്നു, എല്ലാവരും ഭയങ്കര ഫോളോയിങ്ങും അതേപോലെ ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളെ കാണാണ്ടാവുന്നു, പെട്ടെന്ന് നിങ്ങൾ പറയുന്നത് ഇങ്ങനെ ഹാക്കായി, പിന്നീട് അത് തിരിച്ചു കിട്ടിയോ? എന്താണ് അതിന്റെ ആ ഒരു കഥ? എന്തായിരുന്നു? തിരിച്ചു കിട്ടി. അത് ഞങ്ങൾക്ക് 100K ആയ സമയത്താണ് ഹാക്കാണ്. അപ്പൊ എന്താ വെച്ചാൽ ഹാക്കായി ഇറങ്ങിയപ്പോ വേദ് പോയി കയ്യിലിരുന്നിട്ടാണ് ഹാക്കാണത്. അപ്പൊ എന്താ വെച്ചാ ഞാനാണെങ്കിൽ കാല് പ്ലാസ്റ്റർ ഇട്ടിരിക്കുക. അപ്പൊ എനിക്ക് അനങ്ങിയിട്ട് ആരോടും പറയാനൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ തീരെ പ്രതീക്ഷിക്കില്ല, അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോ അക്കൗണ്ട് കിട്ടുന്നില്ല. അപ്പൊ ഭയങ്കര അന്ന് ഞാൻ ആദ്യം കരഞ്ഞ, എന്നിട്ട് ഞാൻ ഇത് ഹാക്കായി മേതോ പറഞ്ഞു. എന്നിട്ട് ഓപ്പിളെടുത്ത് പോയിട്ട് പറഞ്ഞു, നമ്മുടെ അടുത്ത് പറഞ്ഞു. പിന്നെ കുറെ ഒരു 1-2 ആഴ്ചയൊക്കെ നോക്കി. പിന്നെ നമുക്ക് കാർത്തികേട്ടൻ ഇങ്ങനെ ഒരാളെ കണക്ട് ചെയ്ത് തന്നു. അങ്ങനെ ആള് തിരിച്ചെടുത്ത് തന്നു. പക്ഷെ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ആയി. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള റീൽസ് എല്ലാം അവർ ഡിലീറ്റ് ആക്കിയായിരുന്നു. എന്നിട്ട് അവരുടെ കുറെ ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ടായിരുന്നു. എന്തിനായിരുന്നു അത് എന്നോട് ചെയ്തതല്ലേ? ഞങ്ങളോട് എന്തിനായിരുന്നു ചെയ്തത്? എന്തായാലും ഹേക്കൊക്കെ ആയിട്ട് ഇന്നെ തിരിച്ചു കിട്ടിയപ്പോൾ അതിനെക്കാട്ടി വലിയ സപ്പോർട്ടും അതിനെക്കാട്ടി വലിയ സർപ്രൈസുകളാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പം ഈ ഒരു ഹാപ്പി പ്ലേസിൽ നിൽക്കുമ്പോൾ വേദുവിനും എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് ഞങ്ങളുടെ ലൈഫിൽ ഈ ഒരു ടൈമിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾ കുറേ പേരെ കണ്ടിട്ട് മനസ്സിലാക്കിയ ആൾക്കാരായിരുന്നു ഈ ഇത്രയും കാലങ്ങളിൽ കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ കുറേ ആൾക്കാർ സപ്പോർട്ടാണെങ്കിലും ഞങ്ങളോട് അടുത്ത് വന്നിട്ട് എല്ലാം ഓക്കെയാണ്, സെറ്റാണ്, വൈബാണെന്നൊക്കെ പറയും. പക്ഷെ അപ്പുറത്ത് പോയിട്ട് മറിച്ച് പറയണ കുറെ പേരുണ്ട്. നിങ്ങൾക്കും അങ്ങനത്തെ നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ടോ? പക്ഷെ ഞാൻ കണ്ടത് കൂടുതലും പോസിറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് പിന്നെ അങ്ങനെ നമ്മൾ പിന്നെ മൈൻഡ് ചെയ്യാറില്ല. അപ്പൊ എന്താ ഓഡിയൻസിനോട് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മള് വന്ന വഴി മറക്കരുത്. നമ്മൾ വന്ന വഴിയിൽ ഉള്ള ഞങ്ങൾ എങ്ങനെയാണോ തുടങ്ങിയത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴുള്ളത്. അങ്ങോട്ടും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പോവുക. ഇതില് ഞങ്ങൾ കുറെ പേര് സെലിബ്രിറ്റി പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തർ പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യം സെലിബ്രിറ്റി ഒന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല. ഞങ്ങൾ അങ്ങനെ വിളിക്കണ്ട, ഞങ്ങൾ സാധാ വരും വേദം വിളിച്ചാൽ മതി, അല്ല സെലിബ്രിറ്റി ഒന്ന് വിളിക്കാൻ നിൽക്കണ്ട. ഞങ്ങൾ സെലിബ്രിറ്റി ഇൻഫ്ലുവൻസർ ഒന്നും അല്ല, ഞങ്ങൾക്ക് അഭിനയം കുറച്ച് ഇഷ്ടമാണെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളായിട്ട് നിൽക്കാനാണ് ഇഷ്ടം. നമ്മള് എപ്പോഴായാലും നമ്മളായിട്ട് നിൽക്കുക, അതന്നെയാണ് ഓഡിയൻസിനോട് പറയാനുള്ളത്. വേദനോടും സംസാരിക്കുമ്പോണ്ടല്ലോ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഹംബിളായിട്ടുള്ള നല്ല വോയിസ് ആണ് കേട്ടോ നിങ്ങൾ രണ്ടുപേരുടെയും. ഭയങ്കര സ്വീറ്റ് ആണ്, പക്ഷെ ഇത്ര മെച്യൂർഡായിട്ടും കൂടി സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നോക്കിയപ്പോൾ പേജ് മാനേജ് ചെയ്യുന്ന പാരന്റ്സ് ആണെന്ന് കണ്ടു. അതിന്റെ പിന്നിൽ എന്താണ്? ആരാണ് മാനേജ് ചെയ്യുന്നത്? നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ആരാ എടുത്തിരുന്നത്? വീഡിയോസ് അത് ഇടലും പോസ്റ്റിലൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യാറ്. നോക്കണത് അമ്മയും ഓപ്പിളും ഇടയ്ക്കിടയ്ക്ക്. ഓപ്പോ എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്ററും കൂടി ഉണ്ടല്ലേ, ചേച്ചിയും കൂടി ഉണ്ട്. ചേച്ചി പക്ഷെ ഇങ്ങനത്തെ വീഡിയോസിലൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ കാണിക്കാനൊന്നും ഇഷ്ടമല്ല. ഇപ്പോ ഓപ്പോ അതേപോലെ തന്നെ പാരന്റ്സും എല്ലാവരും ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഈ പാരന്റ്സ് ആയിരിക്കുമല്ലോ പേജൊക്കെ മാനേജ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഇങ്ങനെ മെസ്സേജസ് ഒക്കെ വരില്ലേ, റാൻഡംലി മെസ്സേജസ് ഒക്കെ വരില്ലേ?
ഒരു ഹിഡൻ മെസ്സേജസിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ മെസ്സേജസ് വരുമല്ലോ. ഇതെങ്ങനെയാ നിങ്ങൾ, ഐ മീൻ ചിലപ്പം വേദു ഹായ് എന്നൊക്കെ കണ്ടു വരുമല്ലോ. ഇതെങ്ങനെയാ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക ഫാമിലിയിൽ? ഞങ്ങള് ഫുൾ ഭയങ്കര കോമഡി ആയിട്ട് ഓരോരുത്തർ അയക്കുന്നത് നമ്മളെ അന്തം വിടും, അയ്യോ എന്താ ഇത് ഇങ്ങനെ അയക്കണേ തോന്നും, അങ്ങനെ മെസ്സേജ് വരാറുണ്ട്. അങ്ങനെ വന്നിട്ടുള്ള ഒരു മെസ്സേജ് ഒന്ന് പറയാമോ? അങ്ങനെ വന്നിട്ടുള്ള മേതു ഫാൻസ് ആണ് കൂടുതല്. മേതുവിനാണ് ആരാധന. അത് ഞാൻ വരുന്നേ ഉള്ളൂ. മേതുവിന്റെ ഫാൻസിന്റെ ഒരു എന്താ പറയാ ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള എലമെന്റും കൊണ്ട് വന്നേക്കുന്നത്. സോ അതെങ്ങനെയാ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അത് ഇങ്ങനെ ഞങ്ങള് നോക്കുമ്പോ ഇങ്ങനെ വലിയ കുറെ മെസ്സേജസ് ഇങ്ങനെ ഇട്ടുണ്ട്. അപ്പൊ മേതു അങ്ങനെ പറയണേ, ഇങ്ങനെ ആരും അയച്ചിട്ടുണ്ട് ചെയ്തോ വന്നിട്ട് മേതു ആണ് ആ മെസ്സേജ് വായിക്കണേ. ബാക്കി പറഞ്ഞ മേതു അങ്ങനെ എന്തോ പേര് ഇറങ്ങിയിട്ട് അതിന്റെ ഫാനല്ല, അത് വേദിന്റെ ഫാനാ. അല്ലല്ല ഫാൻസ് അല്ല പൈസ വന്നിട്ട് ഹായ് ഞാൻ നിങ്ങള് 10ാം ക്ലാസ്സിലാന്ന് വിചാരിച്ചില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതിട്ടുല്ലോ, ഞാൻ കുറെ ആരാധന. അത് വേദ ഫാനാണ് വേദു. അതെയല്ലേ. അപ്പൊ വലിയ മെസ്സേജ് വേദന വരിക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെസ്സേജ് എങ്ങനെ അച്ഛനാണോ എടുത്ത് വായിക്കുക, അത് ഓപ്പോളിങ് എല്ലാരും കൂടി സാധാരണ ഉണ്ടാവാറില്ല. അപ്പൊ ഓപ്പോളും അമ്മയും ഞങ്ങൾ രണ്ടാളും കൂടി ഇട്ടിരുന്നിട്ടാ ഭയങ്കര ഫണ്ണായിട്ട് ആ മെസ്സേജ് ഒക്കെ വായിച്ച് ഭയങ്കര ചിരിച്ച് അതങ്ങോട്ട് തള്ളിക്കളയാ. അതാണ്. ഏതെങ്കിലും ഫാൻസിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഭയങ്കര സിൻസിയർ ആയിട്ടൊരു ഫാൻ കണ്ടിട്ട് റിപ്ലൈ കൊടുത്തിട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടോ ഫാൻസിനോട്? റിപ്ലൈ കൊടുത്തിട്ട് സംസാരിച്ചിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ റിപ്ലൈ കൊടുക്കും. പിന്നെ കുറച്ച് മെസ്സേജ് അയക്കുമ്പോ അതൊരു ബുദ്ധിമുട്ടാ തോന്നിയ അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കും. ഞാൻ സംസാരിച്ചു എന്നുള്ളൂ. അത് കൂടുതൽ ആത്മാർത്ഥത കാണിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒരു വട്ടം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് മേതു ഫാൻ ആയിരുന്നു കേട്ടോ. ആള് ഭയങ്കര കമ്പനി. അവസാനം ആള് നമ്മള് എവിടെ പോണെന്ന് ആൾക്ക് അറിയണം, അങ്ങനെയൊക്കെ ഓരോ ഇതായി. പിന്നെ ആൾക്ക് ഞങ്ങള് റിപ്ലൈ എടുക്കാതായി. ക്യാരറ്റന്മാരുണർന്നു. ആള് ഫുൾ ആൾക്കാരതെ ഭയങ്കര കെയറിങ് ആണ്. മേതും എന്ത് ചെയ്യണം ഞങ്ങൾക്ക് അറിയണം, ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ. എന്തായാലും മേതുവിന്റെ ഈ പറഞ്ഞ പോലെ തന്നെ മേതുവിന്റെ ലൈഫില് ഒരു ഇൻഫ്ലുവൻസർ ആയതിനു ശേഷം ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു മൊമെന്റ് എന്ന് പറയുമ്പോൾ, ഞാൻ വേദുവിന്റെ അടുത്തേക്ക് വരാം. ഇൻഫ്ലുവൻസർ ആയതിനു ശേഷം മേതുവിന് ഞാൻ എന്റെ പഴയ ലൈഫും ഈ ലൈഫും തമ്മിൽ തോന്നിയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്താ പറയാ, കുറച്ചും കൂടി പേര് തിരിച്ചറിഞ്ഞു അല്ലേ? ചെയ്യാം. ഇപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സിനിമയ്ക്ക് പോകുമ്പോ ഇപ്പൊ ഞങ്ങൾ അടുത്ത് മറ്റേ ടർബോ ഇറങ്ങിയ സമയത്ത് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ പോയി. അപ്പൊ ഞങ്ങൾ മാളിക്ക് പോയിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് കയറാം. അപ്പൊ അയ്യോ ഇതാ എവിടെയോ കണ്ട. അപ്പൊ ഇവരെല്ലാരും കൂടിയിട്ട് ഞങ്ങൾ ചെയ്യും ഫ്രണ്ട്സ് അല്ലേ കളിയാക്കാൻ തുടങ്ങി ഞങ്ങളെ, ഇതവർ തന്നെയാണ് എന്നിട്ട് അവര് വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വന്നപ്പോ ഞങ്ങൾക്ക് എന്താ ചെയ്യും സെന്ററിനൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വന്നാൽ ഞങ്ങൾക്ക് ആദ്യമായിട്ട്. അപ്പൊ പെട്ടെന്ന് ഒരു ഇതിൽ വന്നിട്ട് ഒരു മൊമെന്റിൽ വന്നിട്ട് ഫോട്ടോ എടുക്കട്ടെ ഒന്ന് നിൽക്കും. എന്നിട്ട് അയാൾ ബൈക്കൊക്കെ നിർത്തിയിട്ട് വന്ന് ബൈക്കിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കും. ഞങ്ങൾ അയ്യോ അതെന്താ. എന്നിട്ട് ഞാൻ അപ്പുറത്തെ ഫ്രണ്ട്സ് ഞങ്ങൾ എല്ലാവരും കളിയാക്ക കണ്ടോ ഫാൻസായി. അപ്പൊ ഞങ്ങൾ അറിയാം എന്നിട്ട് ഇനി നിങ്ങൾ വെക്കോ ഞങ്ങളില്ല എന്നൊക്കെ. വേദന അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾക്കിപ്പോ ഞങ്ങൾ രണ്ടാളും കൂടി പോകുമ്പോ തന്നെ ഞങ്ങള് അമ്മയും ഞങ്ങളൊക്കെ കൂടിയിട്ട് അമ്പലത്തിൽ പോയിക്കായിരുന്നു. അപ്പൊ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ഓട്ടോയില പോണേ. തിരിച്ചു വരുമ്പോ ഒരാള് ബൈക്കിൽ ഇങ്ങനെ പോണ്ട്. അപ്പൊ ഞാന് സൈഡ് സീറ്റില് ഈ അറ്റത്തിരിക്കണം. അപ്പൊ ആളിനെ പറയും ഇത് മറ്റേ കുട്ടികളാണ് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ കേക്കുണ്ട് തൊട്ടിപ്പുറത്തുനിന്ന് ബൈക്കിൽ പോകുമ്പോൾ പറയാം. അത് കഴിഞ്ഞിട്ട് ഞാനും മേതിനോട് പറഞ്ഞു മേത് ഇങ്ങനെ പറയണ്ട മേത് പറഞ്ഞു. എന്നിട്ട് ഞങ്ങള് തിരിഞ്ഞ് കുറച്ച് അങ്ങോട്ട് എത്തണ വരെ ആള് ബൈക്കില് പിന്നാലെ ഞങ്ങൾ. എന്നിട്ട് ഞങ്ങക്ക് ഇൻസ്റ്റയില് കമന്റ് ഇട്ടുണ്ടായിരുന്നു, ഞങ്ങളും കണ്ടിരുന്നു. അങ്ങനെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഇമോജിയോ അങ്ങനെ എന്തെങ്കിലും റിപ്ലൈ കൊടുക്കും. അത്രേ ഉള്ളൂ. അതിന്റെ മേലിലേക്ക് ഞങ്ങളൊന്നും പോകാറില്ലാന്ന്. എന്തായാലും വേദു ഇല്ലത്തെ കുട്ടികൾ എന്നുള്ള രീതിയിലാണ് കുറേ പേരും ഇല്ലത്തെ കുട്ടികൾ എന്ത് രസമാണ് കുട്ടികൾ ഇങ്ങനെയാണ് പറയണത്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ജനറേഷൻ ഗ്യാപ്പിന്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്? ഈ പറഞ്ഞ പോലെ മുത്തശ്ശിമാരുടെ ഇടയിലൊക്കെ ഞാനൊരു വ്ളോഗിലൊക്കെ ഇങ്ങനെ കേട്ടു മുത്തശ്ശിമാരുടെ കഥ. അതേപോലെ തന്നെ നമ്മുടെ എന്താ മറ്റേ മഴവിൽ മനോരമയിൽ ഇങ്ങനെ സ്റ്റാൻഡപ്പ് കോമഡിയിൽ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം അതിലും ഈ പറഞ്ഞ പോലെ മുത്തശ്ശിമാരുടെ കഥയും ഇല്ലത്തെ കഥയൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇല്ലത്തെ കുട്ടികളായിട്ട് ജനിച്ചത് ഒരു ജനറേഷൻ ഗ്യാപ്പിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടോ, അതോ ഇല്ലത്ത് ജനിച്ചത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നുന്നുണ്ടോ? ഭയങ്കര സന്തോഷമായിട്ടേ തോന്നിയിട്ടില്ല. ഞങ്ങള് അതില് പറഞ്ഞ കഥ ഫുൾ ഫേക്ക് ആയിട്ടുള്ള കഥയാണ്. അതല്ല ശരിക്കും മുത്തശ്ശിമാര് പറഞ്ഞാൽ അങ്ങനെയൊന്നല്ല. അവര് ഭയങ്കര സപ്പോർട്ടായിട്ടുള്ള, ഞങ്ങൾക്ക് എന്ത് ഭയങ്കര വന്നാലും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ആണെങ്കിലും ഭയങ്കര എല്ലാം സെറ്റായി വരട്ടെ. നമ്മൾ മാറിക്കുമ്പോഴും നമുക്ക് അവരെ വല്ലാതെ മിസ് ചെയ്യും. ആ ഒരു
മുത്തശ്ശിമാരായിട്ട് ഭയങ്കര ബോണ്ടാണല്ലേ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ശ്രദ്ധിച്ചു അമ്മ, അച്ഛൻ, മുത്തശ്ശി ഇങ്ങനെ ഫാമിലിയുടെ കൂടെയുള്ള പിക്ചേഴ്സ് ഒക്കെ ഭയങ്കര ഒരു സോൾ കണക്റ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് ആയിട്ട് തോന്നി. അപ്പോൾ ഉള്ളിൽ വേറൊരു ആർട്ടും കൂടി ഉണ്ട് എന്ന് ഞാൻ ഇങ്ങനെ കണ്ടു. അതായത് വരയ്ക്കൂലേ നന്നായിട്ട്. അതാണ് ഞങ്ങളുടെ മെയിൻ. എന്നിട്ട് ഈ റീല് ഭയങ്കര റീച്ചിങ് എന്നിട്ട് ആ പേജ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതെന്താ സംഭവം? അത് ഞങ്ങള് ആദ്യം ഇടുന്നത് വരടെ റീൽസാ. അതിലാണ് വരടെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. പിന്നെ ഞങ്ങളുടെ പിന്നെ ഈ ഹാക്കായ ടൈമില് ആ റീലൊക്കെ പോയി, വരടെ ഒക്കെ പോയി. അപ്പൊ വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ റീൽ ഇടണമെന്ന് ഇങ്ങനെ കുറെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വരടെ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു വേറെ പേജ് തുടങ്ങിയിട്ട് ഇടാം. അങ്ങനെ ഇപ്പൊ ഈ അടുത്ത് സ്റ്റാർട്ട് ചെയ്ത ആ പേജ് റീച്ചായി വരുന്നേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഹിഡൻ ടാലൻസ് ഒക്കെ ഉണ്ടോ നിങ്ങക്ക്? ഐ മീൻ ഇതുവരെ ആർക്കും അറിയാത്ത വേദയുടെയും ഒരു സ്പെഷ്യൽ ടാലന്റ് എങ്ങാനും? അങ്ങനെയൊന്നുമില്ല. ഡാൻസ് കളിക്കും, ഡാൻസിന്റെ ഭരതനാട്യം അരങ്ങേറ്റം കഴിഞ്ഞതാണ്. പിന്നെ കുക്ക് ചെയ്യും, അങ്ങനെ സംഭവങ്ങളൊക്കെ. കുക്ക് ചെയ്യും നന്നായിട്ട്, രണ്ടുപേരും കുക്ക് ചെയ്യും. ഏറ്റവും കൂടുതൽ എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഞാനല്ല വേദന, ഞാൻ എഴുതി കഴിഞ്ഞാൽ മാറിപ്പോ ടോപ്പിക് ഞാൻ എഴുതി കഴിഞ്ഞ ടോപ്പിക് പ്രണയം എഴുതി കഴിഞ്ഞാൽ വരുള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് കുറച്ച് സെഗ്മെന്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു സെഗ്മെന്റ്സിലേക്ക് പോവാം. ഞാൻ പബ്ലിക് കമന്റ്സ് എന്നുള്ള സെഗ്മെന്റ് ഉണ്ട് കേട്ടോ. നമുക്ക് അതിനകത്ത് വേദുവിന്റെയും ഫാൻസ് ആണ്, ഫുൾ പോസിറ്റീവ് കമന്റ്സ് ആണ്. ഞാൻ എടുത്തു വെച്ച കമന്റ്സിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കമന്റ്സ് ഉള്ള വേദിക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു. അപ്പൊ നിങ്ങളുടെ റിയാക്ഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. അതിൽ ചെറിയ കുഞ്ഞു ബാഡ് കമന്റ്സും ഉണ്ടാവും കേട്ടോ. സോ യെസ്, നല്ല കുട്ടികളാണ്, ചെന്ന് കയറുന്ന കുടുംബത്തിന്റെ ഐശ്വര്യം, മുഖം കണ്ടാൽ നല്ലൊരു മനസ്സുണ്ട്, എന്ത് മുഖശ്രീയുള്ള കുട്ടികളാ. സോ എന്തായാലും പറയാനുള്ളത്? താങ്ക് യു. സന്തോഷമുണ്ട്. ഈ രണ്ടുപേരും തലയാട്ടിയിട്ട് കുറെ ലൈക്ക് വാങ്ങി കൂട്ടുക. അങ്ങടും ഇങ്ങടും സൈഡ് എന്നൊക്കെ പറഞ്ഞ പൂരെ കമന്റ്സ് വരാം. അതെന്താ സംഭവം? ഞങ്ങള് ചെയ്യുമ്പോ ഓട്ടോമാറ്റിക്കലി വരണത്. ഞങ്ങള് ചിലപ്പോ ഇങ്ങടാക്കും, അപ്പൊ സെയിം ടൈമിൽ മേതുവാക്കുണ്ടാവും. എന്നിട്ട് ഞങ്ങള് അത് കഴിഞ്ഞ് റീല് എട്ടിയ ടൈമിലാവും നോക്കുണ്ടാവുക, രണ്ടാളും ഒരേപോലെ. എന്നിട്ട് ഞങ്ങൾ പറയും. അപ്പൊ ഒരു കമന്റ് കണ്ട് നമുക്ക് പിറ്റേ ഇതില് നമ്മൾ വിചാരിക്കും ശരി അതിട്ട പ്രശ്നമാവും, ഇപ്പൊ അതേ കമന്റ് വരുമോ, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. പക്ഷെ സത്യത്തില് നിങ്ങൾ അങ്ങനെ ഇടുന്നതാണ് യുണീക്കായിട്ട് ഭയങ്കര ആൾക്കാർക്ക് ഇഷ്ടം. ഭയങ്കര ഒറ്റ റീല് നോക്കുമ്പോൾ ഇതിലിപ്പോ ഏത് നോക്കണ്ടേന്ന് അറിയാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. പക്ഷെ ഇങ്ങനത്തെ കമന്റ് ഇടുന്നവരൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വേദു ആൻഡ് മേതു സൂപ്പർ ആയിട്ടുണ്ട്, മേതു ഐ ലവ് യു മേതു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമന്റ്സ് ഉണ്ട്. അപ്പം എന്തായാലും പോസിറ്റീവ് കമന്റ്സ് ആണല്ലേ. ഈ പോസിറ്റീവ് കമന്റ്സിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും പ്രപ്പോസൽസ് കിട്ടിയിട്ടുണ്ടോ? അതായത് പേജിലോ അല്ലെങ്കിൽ നേരിട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രപ്പോസൽ ആയിട്ട് വന്നിട്ടുണ്ടോ? അതായത് മേതു +1 ആണെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കമന്റ്സ് ഉണ്ട്. അപ്പൊ പ്രപ്പോസൽസ് വന്നിട്ടുണ്ടോ വീട്ടിലേക്കോ അമ്മയ്ക്കോ അച്ഛനോ? അങ്ങനെ വന്നിട്ടുണ്ട്, ഇമെയിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് അമ്മ പറഞ്ഞത് ഇങ്ങനെ ഏറ്റവും കുട്ടികളുടെ ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അവര് +1 ആയിട്ടേ ഉള്ളൂ പറഞ്ഞ് അത് വിട്ടു പറഞ്ഞിട്ടുണ്ട് അമ്മ. നമ്മള് പിന്നെ അങ്ങനെ വന്നാലും അത് മൈൻഡ് ചെയ്യാതെ വിടും. പിന്നെ കമന്റിൽ അങ്ങനെ എന്തെങ്കിലും ബാഡ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊപ്പം നമ്മള് റിയാക്ട് ചെയ്യും. ബാഡ് കമന്റ്സ് റിയാക്ട് ചെയ്യോ അതോ അത് ഒഴിവാക്കി വിടും? ഇതാക്കിയാണെങ്കിൽ നമ്മൾ ഹൈഡ് ചെയ്ത് വിട്ടുകളയും. അല്ലെങ്കിൽ പിന്നെ നമ്മള് പറഞ്ഞാലും പറയാനുള്ളതിന് വേണ്ടിട്ട് കൊറേ മെസ്സേജ് പിന്നെ അത് മൈൻഡ് ചെയ്യാറില്ല. സംഭവം ഞാൻ ഇത് ചോദിക്കാൻ ഒരു കാരണം ഉണ്ടായിട്ടോ. ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ വേദനയും ഇൻ്റർവ്യൂ ചെയ്യാൻ പോവാണ്, അപ്പം എനിക്ക് എന്താ ചോദിക്കണമെന്ന് അറിയില്ല, എന്തോ ഇങ്ങനെ. അപ്പം ഞാനിങ്ങനെ അവരുടെ അടുത്ത് സജഷൻസ് ഒക്കെ ചോദിച്ച സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് എനിക്കൊരു സംഭവം കൊടുത്തു വിട്ടു. എന്നെ പറഞ്ഞു വേദിക്കും ഇതൊന്നും കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഞാൻ വായിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു വേണ്ട, വായിക്കൊന്നും വേണ്ട, അവർക്ക് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞു ഞാൻ ഇൻ്റർവ്യൂയുടെ ടൈമിൽ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഞാൻ ക്രൂവിൻ്റെ അടുത്തൊന്നും പറയാതെയാണ് ഞാൻ സത്യം പറഞ്ഞപ്പം ഇവരെന്നെ നീ എങ്ങനെ കൊണ്ടുവന്നു എന്ന് ചോദിക്കും എന്നുള്ള പേടിയിലാണ് ഞാൻ ഇരിക്കുന്നത്. സംഭവം ഞാൻ വളരെ സേഫായിട്ട് ഇവർ പോലും അറിയാത്ത സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ആ ലെറ്റർ ഞാനൊന്ന് തരാട്ടോ. അപ്പം ഇതിൽ സ്നേഹപൂർവ്വം ഏതൊക്കെയാണ്, ഞാൻ ഈ ലെറ്റർ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടില്ല. ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കണം കേട്ടോ. ഇപ്പൊ വായിക്കണം. ഞാൻ ചോദിച്ചിട്ടുണ്ട്, വായിച്ചാൽ കുഴപ്പമുണ്ട്, പേരൊന്നുമില്ല, മേധയ്ക്ക് എന്തായാലും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. എന്താണ് സംഭവം? ഉറക്കെ വായിക്കണം കേട്ടോ. എന്റെ സൗണ്ട് കുറച്ച് പോക്കായിരിക്കാണ്, എന്നാലും വായിക്കാം. ഹായ് വേദയ്ക്ക് സുഖമല്ലേ? വീട്ടിലെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. റിപ്ലൈയും കൂടി പറഞ്ഞു പോക്കോ. വേദയ്ക്ക് സുഖാണ്, വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയാണ്. ഇങ്ങനെ ഒരു കത്ത് എഴുതുന്നത് ശരിയാണോ എന്നറിയില്ല, അത് അയാളുടെ ഇഷ്ടം. എങ്കിലും ഇതിലും നല്ലൊരു അവസരം എനിക്ക് കിട്ടില്ല. അതെ, അത് കറക്റ്റാണ്.
ഒരിക്കലും നമ്മൾ നേരിട്ട് കാണില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതെ, സ്വാഭാവികം. അല്ലെങ്കിൽ ഞാൻ വരില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ തന്നോടൊരു ഇഷ്ടമുണ്ട്. താങ്ക് യു. അത് പ്രണയമാണോ ആരാധനയാണോ എന്ന് എനിക്കറിയില്ല. ഈ കത്തിലൂടെ ഒന്ന് മാത്രം ഞാൻ പറയാം, എനിക്ക് മേധയെ ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു. ചില പ്രണയങ്ങൾ, ഇഷ്ടങ്ങൾ, ആരാധനകൾ അങ്ങനെയാണ്. ചിലപ്പോൾ ഒന്നിനും വേണ്ടി അല്ലാതെ എന്തിനു വേണ്ടിയുള്ള ഒരു ഇഷ്ടം. ഈ പ്രണയം ഒരു ആരാധനയോടെ എൻ്റെ ഉള്ളിൽ എന്നും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. വേദയും മേധയും ഉയരങ്ങളിലേക്ക് എത്തണം. നിങ്ങളുടെ ഓരോ ഉയർച്ചകളും അകലെ നിന്ന് ഞാൻ ഇന്നും ഏറെ ഇഷ്ടത്തോടെ നോക്കിക്കാണും. എന്നെ പോലെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ പുഞ്ചിരി അറിയാതെ എന്നും ആ നിഷ്കളങ്കത മായാതെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇതൊരു ആരാധകന്റെ കത്തായി കരുതണം. എൻ്റെ ഇഷ്ടം എന്നും ഉള്ളിലുണ്ടാവും എന്ന് ഏറെ ആരാധനയോടെ ആരാധകൻ, ഒരുപാട് ദൂരെ നിന്ന്. പേരില്ല, എന്നാലും ഒരുപാട് താങ്ക് യു. എന്തായാലും ഇങ്ങനൊരു കത്ത് സത്യം പറഞ്ഞാൽ ഞാനും ഭയങ്കര സർപ്രൈസ് ആയി പോയി. കാരണം ഇൻസ്റ്റാഗ്രാം ഉണ്ട്, എന്തിനേയും റീച്ച് ചെയ്യാനായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പക്ഷെ ഞാൻ ആരാന്ന് അറിയണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കത്ത്. എന്താണ് ഇങ്ങനത്തെ ഒരു പ്രപ്പോസലിനോട് പറയാനുള്ളത്? ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളെ ദൂരെ നിന്ന് ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ പ്രണയം സ്വീകരിക്കുന്നില്ല. പ്രണയം ഒരിക്കലും സ്വീകരിക്കില്ല. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. ഇനി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടെ. ഞങ്ങൾ രണ്ടുപേരുണ്ട്, രണ്ടാളെ ഒരുപോലെ ഇഷ്ടപ്പെടട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് ലവ് ലെറ്റർ കിട്ടിയിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കരുത്. എന്തായാലും നമുക്ക് നല്ലൊരു ആരാധകനായിരുന്നു അല്ലെ, സ്ട്രേഞ്ച് ആയിട്ടൊരു കത്തൊക്കെ കൊണ്ട് തന്ന് അല്ലെ. എന്തായാലും ആരാധകനോട് ഒരു ചെറിയ താങ്ക് യു. ഒരുപാട് സന്തോഷം. കാണാൻ പറ്റും. അവരിതല്ലേ എന്നാലും പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ടത്. എന്തായാലും നമുക്ക് ട്രൂത്ത് ഓർ ഡയറിന്റെ സെഗ്മെന്റിലേക്ക് പോകാം. ട്രൂത്തും പറയണം, ഡയറും ചെയ്യണം. ഓക്കെ, അപ്പം ആദ്യം ഏതൊക്കെയാണ് ജീവിതത്തിൽ എന്തിനെങ്കിലും പേടിയുണ്ടോ? ആദ്യം അറിയാണ്ട് എനിക്ക് ഈ ഒരു കാര്യം ഭയങ്കര പേടിയാണ് എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? പേടി മീൻസ് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു. വെച്ചുകഴിഞ്ഞാൽ അങ്ങനെയല്ല, ജീവികൾ സംഭവം അങ്ങനെ പേടിയൊന്നുമില്ല. എങ്ങനെ ഒരു വെച്ചുകഴിഞ്ഞാൽ ആരോടെങ്കിലും സംസാരിക്കുമ്പോഴൊക്കെ എന്താണ് അവര് വിചാരിക്കുക എന്നുള്ളൊരു, ഞാൻ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു അവരെന്തെങ്കിലും വിചാരിക്കും, അങ്ങനെ ഒരു സംഭവം. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്തെങ്കിലും സീക്രട്ട് ആയിട്ട് ഇപ്പം എട്ടുകാലിന്റെ പേടി അങ്ങനെയുള്ള ചെറിയ അങ്ങനത്തെ പേടിയൊന്നും, എനിക്ക് ജീവജാലങ്ങളൊരു പേടിയില്ല. അങ്ങനത്തെ പേടിയൊന്നുമില്ല. അല്ലാതെ ഇങ്ങനെ ഒരു ആദ്യം സ്റ്റാർട്ടിംഗ് ട്രബിൾ അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ മാത്രമേ എനിക്ക് പേടിയുള്ളൂ. വേദിക്കും അങ്ങനെ സീക്രട്ട് ആയിട്ട് മുന്നേ ഒന്നും ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ട് ഇങ്ങനെ മറ്റേ കൽക്കുന്തൻ അതെന്ത് സംഭവം? അത് മറ്റേ വൈതാര. ഓക്കെ, അതിനെന്താ പറഞ്ഞപ്പോ കൽക്കുന്തൻ. മുന്നേ പേടിണ്ടായിരുന്നില്ല. മുന്നേ നമ്മള് അടിയിലൊക്കെ നിലത്തൊക്കെ കിടക്കുകയാണെങ്കിൽ ആ ടൈമിൽ അതൊക്കെ നമ്മുടെ ഇതിന്റെ മേലെ കയറിക്കും. എന്തോട്ടപ്പൊ പേടിയെന്നറിയില്ല, നല്ലൊരു പേടി, എന്തോ ഒരു പേടി പെട്ടെന്ന് കയറി വന്നതാ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ജീവിതത്തിൽ ചെയ്ത ഒരു തെറ്റ് അല്ലെങ്കിൽ അയ്യോ ഞാനിത് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള ഒരു സംഭവം വേദ? ചെയ്യണ്ടായിരുന്നു തോന്നിയിട്ടുള്ള സംഭവം, ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഒരു വിഷമം ഇങ്ങനെ മനസ്സിലെപ്പോഴും വരും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ തെറ്റുകൾ ചെയ്യുന്ന കുട്ടിയല്ല, തെറ്റ് ചെയ്യൽ ഭയങ്കര കുറവാണ്. ഓക്കെ, എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ട്രൂത്തിലൊക്കെ നിങ്ങൾ ചെയ്യിക്കട്ടോ. വേദയോട് മേധ പറയാത്ത വേറൊരു സുഹൃത്തിനോട് എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ പറയാറുണ്ടോ? അങ്ങനത്തെ ഒരു കാര്യമില്ല. എല്ലാം വേദിനോട് പറഞ്ഞിട്ടാണ് വേറൊരാളോട് ആദ്യം പറയുന്നത്. വേദുവും ഏതു തന്നെയാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. നിങ്ങൾ തമ്മിൽ അറിയാത്ത ഒരു സീക്രട്സും നിങ്ങൾക്ക് എന്റെ എല്ലാ കാര്യങ്ങളും വേദിനെ അറിയാം, വേദിന്റെ എല്ലാ കാര്യങ്ങളും വേദിനെ അറിയാം. നിങ്ങൾ അടി കൂടാറുണ്ടോ? ഞങ്ങളിപ്പോ എങ്ങാനും ചിലപ്പോ വിളിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വിളിയേക്കില്ല. അപ്പൊ വെറുതെ എന്താ മേത്, പക്ഷെ 5 മിനിറ്റ് ഒന്നും വേണ്ട, അതിന്റെ ഉള്ളിൽ അങ്ങനെ പിണങ്ങിയിട്ട് ഭയങ്കര വിഷമം തോന്നിയിട്ടുള്ള ഏതെങ്കിലും അടി ഉണ്ടായിട്ടുണ്ടോ? അടിയില്ല. വേദൊരു ദിവസം 10th എക്സാമിന് സമയത്ത് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ എന്ത് പറഞ്ഞപ്പോ വേദ് പറഞ്ഞു എല്ലാത്തിനും ഞാൻ ഉണ്ടാവണമെന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് വേദ് ആകെ തമാശയായിട്ട് പറഞ്ഞതാ, എന്നും ഞാൻ ഉണ്ടാവില്ല, ഒറ്റയ്ക്കൊക്കെ ചെയ്യാൻ പഠിക്കും, അങ്ങനെ ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ.
ഞാൻ നോക്കുമ്പോ കരച്ചിലൊക്കെ ആയി അപ്പുറത്തുനിന്ന്. ഞാൻ കരയാൻ വേണ്ടി പറഞ്ഞതല്ല. ഇടയ്ക്ക് അത് വെറുതെ ഇരുന്ന് പറ്റിക്കും. അങ്ങനെ വെറുതെ കരയണ കാണാനാണോ അറിയില്ല, പക്ഷെ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് നമ്മള് ഭയങ്കരമായിട്ട്. മേതു ആണോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ആള് ഇതിനകത്ത്? ഞാനാണ് പാവം അല്ലേ ഇത്. പെട്ടെന്ന് വിഷമാവും. വേദു കുറച്ചും കൂടി സ്മാർട്ടാണ്, അതേപോലെ തന്നെ ധൈര്യമുള്ള കുട്ടിയാണെന്നാണോ? അതെ. വേദുവിന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുന്ന വേദു ആണല്ലേ? അവന്റെ കാര്യം ശ്രദ്ധിക്കാറുണ്ട് ഇല്ലേ? ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങൾ തമ്മില് ഇപ്പം വേദുവിന് അല്ലെങ്കിൽ വേദു ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ആവുന്നുണ്ട്, അല്ലെങ്കിൽ വേദു ഇതിനകത്ത് അടിപൊളിയാണ് എന്ന് തോന്നുന്ന ഒരു കാര്യം ഇതാ? എനിക്ക് ഞാൻ നാടകത്തിൽ ബാക്ക്ഗ്രൗണ്ടാണ്. വേദിന്റെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്രയും ചെയ്യുന്നത് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ഒക്കെ. എനിക്ക് വേദ് സ്റ്റേജിൽ കയറി കാണുമ്പോൾ അത് അത്രയും അതിന്റെ മാക്സിമം ചെയ്യണം എന്നുള്ള ഒരു ഉള്ളില്, ഞാൻ ചെയ്യുന്നറിയാം എന്നാലും ചെയ്യണം എന്നുള്ള ഒരു ഭയങ്കര ഇതുണ്ട് എനിക്ക്. വേദുവിന് എങ്ങനെയാ? എനിക്ക് മേതു ഫ്രണ്ടിക്ക് വരണം എന്നുള്ള ഇതാ. മേതു എപ്പോഴും മേതു പണിയെടുക്കുക കഷ്ടമാണ്. അപ്പൊ എന്താ വെച്ചാ മേതു നാടകത്തിനാണെങ്കിലും ഞാൻ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ അഭിനയിക്കില്ലാന്ന് മേതു കണ്ണേട്ടനോട് നേരിട്ട് പറഞ്ഞിട്ട് മേതു ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോവാ ചെയ്യാറ്. അപ്പൊ എന്താ വെച്ചാൽ അത് മേതു ഫ്രണ്ടിക്ക് വന്ന് അഭിനയിച്ച് കാണണമെന്നുണ്ട്. അപ്പൊ മേതു അങ്ങനെ ചെയ്യില്ലേ? ഉടനെ തന്നെ, അല്ലെങ്കിൽ എനിക്കിപ്പോ രണ്ടുപേരും ഒരുമിച്ച് ഒരു ഫിലിം വരുന്നുണ്ടല്ലേ, അതിൽ രണ്ടുപേരുടെയും ആക്ടിങ് നമുക്ക് ഒരുമിച്ച് കാണാം. അപ്പൊ മേതുവിന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും. അതെ, ഞാൻ ഇവിടെ നിന്നിട്ട് ക്യാമറയില് അതില് അവിടെ ഷൂട്ടിങ് ടൈമില് സീൻ എടുക്കുന്ന ടൈമില് ഞാൻ ഇവിടെ നിന്നിട്ട് സ്ക്രീനിൽ മേത് ചെയ്യണ കാണുന്നുണ്ട്. അപ്പൊ എന്റെ ഒപ്പം ഓപ്പിള് കാണാനുണ്ട്. അപ്പൊ ഞാൻ ഓപ്പിളോട് പറയുന്നുണ്ട്, ഓപ്പിള് നോക്കി നോക്ക്, ഇത് എന്നോട് ഞാൻ കുറെ പറയണു, കാരണം നമുക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അത് വെറുതെ ഞാൻ ഇല്ല വന്നിരിക്കുമ്പോ നമുക്ക് ഭയങ്കര ഒരു. വേദുവില് ആരാണ് കുറച്ചും കൂടി എൽഡർ? വേദു തന്നെയാണ്. അപ്പൊ ആ എൽഡർ സിസ്റ്ററിന്റെ എല്ലാം മേതു ശാസ്ത്രം നോക്കണില്ല വലുത്. പക്ഷെ അത് പറഞ്ഞ നോക്കണ്ട്. ഞാൻ പറയാറുണ്ട് ശാസ്ത്രം നോക്കണ പരിപാടിയില്ല. ഓക്കെ, എന്തായാലും ഇനിയിപ്പോ ലൈഫിൽ മുമ്പോട്ട് പോകുന്ന സമയത്ത് മാരേജും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. എല്ലാരും ചോദിച്ചിട്ടുണ്ടാവും എനിക്കറിയാം, എങ്ങനെയാണ് മുമ്പോട്ട് ഫ്യൂച്ചറിൽ എങ്ങനെ ഇതിന് പ്ലാൻ ഉണ്ടോ? അതായത് ഇനി ഇരട്ട സഹോദരൻ ഉണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുള്ളൂ, അങ്ങനെ തീരുമാനമൊന്നുമില്ല. സമയമായില്ല. അപ്പൊ ഞങ്ങൾ ആലോചിക്കുന്നില്ല. അപ്പൊ എന്തെങ്കിലും, പക്ഷെ ലൈഫിൽ എപ്പോഴും ഇങ്ങനെ ഒരുമിച്ചുണ്ടാവണം. അതിപ്പോ എങ്ങാനും ഇപ്പൊ ട്വിൻസ് ഒന്നുമല്ല, വേറെ ആരെങ്കിലും ഒക്കെയാണ് കല്യാണം കഴിക്കാൻ വരണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്. ഞങ്ങൾക്കൊരു പ്ലാൻ പറയൂ. ആ പ്ലാൻ അതൊന്നുമല്ല. ഇപ്പൊ ഇന്ന കല്യാണം കഴിക്കണ ആൾക്ക് അതായത് ആളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ മേതു അത്രയും കമ്പനി ആയിട്ടുള്ള ഒരാളായിരിക്കണം. മേതുവിനും സെയിം ഇതാണ്, അങ്ങനെ കമ്പനി ആയിട്ടുള്ള ഒരാളായിരിക്കണം. ഓക്കെ, എന്തായാലും അത് എന്തായാലും നടക്കട്ടെ കേട്ടോ. നമുക്ക് ഡയറിലേക്ക് പോയാലോ? ഓക്കെ, ആദ്യം മേതുവിന് കൊടുക്കണോ വേദുവിന് തരണോ? വേദുവിന് തരാം. ഓക്കെ, വേദു പെട്ടെന്ന് ഒരു പാട്ട് പാടാം. പാട്ടെ? അതൊന്നും കുഴപ്പമില്ല. ദൂരെ ഒരു മഴവില്ലേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീ. ഓക്കെ, എന്തായാലും നല്ല പാട്ടല്ലായിരുന്നു. എന്തിനാ ചിരിക്കണ്ടായിരുന്നു? വേദു ഇത്രയും സപ്പോർട്ട് ചെയ്യണം വേദുവിന്. അപ്പൊ വേദു പാടുമ്പോ സപ്പോർട്ട് ചെയ്യണം. വേദ ഇപ്പൊ ആര് ചോദിച്ചാലും ഈ പാട്ടേ പാടി കൊടുക്കുള്ളൂ. സോ എനിക്ക് ഓൾറെഡി അറിയായിരുന്നു ഇത് തന്നെയാ പാടാൻ പോണെന്നുള്ളത്. ഓക്കെ, അടുത്തൊരു ഡയറാണ് കേട്ടോ. ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോമഡി മേതു അവതരിപ്പിക്കാം. മേതു ചെയ്യാറില്ല എന്നല്ലേ പറഞ്ഞു, നമുക്കിപ്പോ ചെയ്യിപ്പിക്കാം. ഫേവറേറ്റ് ഏതെങ്കിലും കോമഡി സീൻസ് എന്തെങ്കിലും? പല സീനും എക്സാമ്പിൾ മണിച്ചിത്രത്താഴിലെയോ അല്ലെങ്കിൽ നമ്മുടെ ഇന്നസെന്റിന്റെ കോമഡിയോ കല്യാണ രാമലത്തെ കോമഡിയോ ഏത് വേണമെങ്കിലും പറയാം. ഞാൻ കോമഡി പറഞ്ഞാൽ ശരിയല്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഒരു സീൻ അഭിനയിച്ച് കാണിക്കാം. അതായത് ഇപ്പൊ ഞാൻ സിറ്റുവേഷൻ പറയാം. വേദു കല്യാണം കഴിച്ചു പോവാണ്. ആ ഒരു മൊമെന്റില് വേദുവിന്റെ അടുത്ത് എന്താ പറയാ ഭയങ്കര ഇമോഷണലി ആയിട്ട് സംസാരിക്കുകയാണ്. എങ്ങനെ എനിക്ക് സംസാരിക്കാം? അപ്പക്ക് പറയാൻ ഒന്നും ഉണ്ടാവില്ല. ഞാൻ വിട്ടുണ്ടാവില്ല ചിലപ്പോ ഒറ്റയ്ക്ക്. ഞാൻ എന്റെ ട്രൂത്തും ഡയറും ഒക്കെ ഞാൻ ഇവിടെ കളയാൻ പോവാടോ. നിങ്ങൾ രണ്ടുപേരും ഈ ന്യൂട്രൽ അടിച്ച് ഇങ്ങനെ നിൽക്കാം. എന്തെങ്കിലും ഇമോഷണൽ സീൻ അഭിനയിക്കൂ. അഭിനയിക്കേ
വരട്ടെ. ഇപ്പൊ കരയോ? ഇന്നൊക്കെ അറിയണേ. കല്യാണം കഴിക്കാൻ ചിന്തിച്ചേത് കല്യാണം കഴിക്കാൻ ചിന്തിച്ച എനിക്ക് തോന്നുന്നു ഈ ഒരു സീൻ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ അത് ചിലപ്പോ അങ്ങോട്ട് പോയിണ്ടാവും. പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം വരുമ്പോ അത് പെട്ടെന്ന് ഇമേജിൽ വരും. അപ്പൊ അത് ചിന്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇമോഷനായി പോയതാ. നിങ്ങൾ അഭിനയിക്കണ്ട കേട്ടോ, നിങ്ങളിപ്പോ ജീവിച്ച് കാണിച്ചു തന്നെ എനിക്ക്. ഞാൻ ഇപ്പൊ നമ്മൾ പറയില്ലേ സെൽഫ് ലവ് ആയിട്ടുള്ള ഒരു ലവ് ആണ്, സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു ലവ് ആണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് നിങ്ങളെ തമ്മിൽ എനിക്കിപ്പോൾ ഈ ഒരു മൊമെന്റിൽ ഞാൻ വെറുതെ തമാശക്ക് അങ്ങനെ ചെയ്യാൻ വന്നത്. അപ്പോൾ തന്നെ എനിക്കൊരു കണ്ണു നിറഞ്ഞു പെട്ടെന്ന് വേദു കരയണുണ്ടപ്പോൾ. അപ്പം അത്രയ്ക്ക് ബോണ്ടാണ് നിങ്ങൾ തമ്മിൽ. സോ ഈ ഒരു ബോണ്ട് എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. വേദു കരച്ചിട്ട് കഴിഞ്ഞോ? കണ്ണുപൊടി പോയതാ, മുടി ഇനിയിപ്പോൾ അങ്ങനെ പറയാലോ, ഞങ്ങൾക്ക് മനസ്സിലായേ ഇല്ല. എന്തായാലും കുഴപ്പമില്ല, ആ സീൻ നമ്മൾ അഭിനയിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹിച്ച പോലെ എന്നും ഒരുമിച്ച് ഉണ്ടാവാൻ പറ്റുന്ന ഒരു ലൈഫ് ആവട്ടെ. ഞാൻ ആ ഡയറി വിട്ടു, എനിക്കൊരു കരച്ചിൽ വന്നു, ഞാൻ വിട്ടു കേട്ടോ. ഓക്കെ, അടുത്തൊരു ഡയറി, നമുക്കൊരു ഫണ്ണി ഡയറിലേക്ക് പോവാം. നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച്, നിങ്ങളിപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ, രണ്ടുപേരും കൂടിയിട്ട് പെട്ടെന്ന് നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് ഫണ്ണി ആയിട്ടുള്ള സ്റ്റോറി, ചെറിയ സ്റ്റോറി എന്തെങ്കിലും പറഞ്ഞാൽ മതി, പറഞ്ഞു തന്നെ ആയാലും കുഴപ്പമില്ല. ഒരു ചെറിയ ഫണ്ണി സ്റ്റോറി രണ്ടുപേരും കൂടി എന്ന് പറഞ്ഞേ. സ്റ്റാൻഡപ്പ് പറയുന്ന പോലെ? സ്റ്റാൻഡപ്പ് പറയുന്ന പോലെ. ഹായ്, ഞാൻ മേതു. ഞങ്ങള് ഇങ്ങനെ വെറുതെ ക്യാമറയിലേക്ക് നോക്കിയല്ലോ കേട്ടോ. ഹായ്, ഞാൻ മേതു. മേതു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ എന്താ ഫാമിലിയെ കുറിച്ച് പറയണമെന്ന് അറിയില്ല, എന്നാലും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയും. ഞങ്ങളിങ്ങനെ വെറുതെ, അതായത് ഇപ്പോൾ CCTV വെച്ചിട്ടുണ്ട് ഇല്ലത്ത്. ആ ടൈമിൽ അച്ഛൻ CCTV ഫോണിൽ നോക്കിയിട്ട് പറയാണ്, നമ്മുടെ അമ്മ വിളിച്ചിട്ട് പറയാണ്, തുണിയൊക്കെ ഉണങ്ങിയിട്ട് തോന്നുന്നു, എടുത്തച്ച. അപ്പൊ അമ്മ എടുത്തേക്ക് ഇറങ്ങി വന്നിട്ട് എടുത്തു വെച്ചോളൂ, അത്ര ഇതാണെങ്കിൽ. ഇത് സ്റ്റാൻഡപ്പ് ആയിട്ടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു വിശ്വാസം. ഇതല്ല സ്റ്റാൻഡപ്പ്. ഞാൻ പറഞ്ഞ ഞങ്ങൾ അന്ന് അവിടെ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല. ആ ഒരു ഫണ്ണി സ്റ്റോറി നിങ്ങൾ എങ്ങനെയാ ഇങ്ങനത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ സ്ക്രിപ്റ്റ് ചെയ്യാണോ, ആരെങ്ങനെ ഓപ്പോൾ സഹായിക്കോ? അത് അവിടുന്ന് ഗ്രൂമേഴ്സ് ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ് അതുകൊണ്ട് ഞങ്ങള് പോവാതെ നിന്നാണ്. എങ്ങനെ സ്റ്റാൻഡപ്പ് കോമഡിയിലേക്ക് എത്തുന്നത്? ഞങ്ങള് അവരെങ്ങനെ കോണ്ടാക്ട് നമ്മുടെ അടുത്ത് സ്ക്രിപ്റ്റ് ഒന്നുമില്ല, ഇൻസ്റ്റത്തെ റീല് കണ്ടിട്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്യണം അവര്. എങ്ങനെ കോമഡി രീതിയിൽ എഴുതണ്ടേന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ എന്താ വെച്ചാ നമ്മള് വെറുതെ അറിയാത്ത. പക്ഷെ പോണമെന്നുണ്ടായിരുന്നു, ഞങ്ങള് അതിന്റെ പ്രൊമോ വീഡിയോ കാണുമ്പോൾ നമുക്ക് പോണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് എങ്ങനെ ചെയ്യും? ഇങ്ങനെ അവര് ഇൻസ്റ്റയിൽ കോണ്ടാക്ട് ചെയ്യണേ. എന്നിട്ട് പിന്നെ ട്രയൽ വീഡിയോ ഒക്കെ അയക്കാൻ പറഞ്ഞു. ആ ടൈമിൽ ഞാനും മേതും കൂടിയിട്ട് 2 അയച്ചു. ഒന്ന് കുടുംബശ്രീ രീതികളായിട്ട്, അതില് മേതുവിനെ കണ്ടിട്ടാണ് അവര് വിളിക്കുന്നത് ഞങ്ങള്. അത് അവരവിടെ എത്തിയിട്ട് പറഞ്ഞു കേട്ടോ, മേതുവിന്റെ ഇത് കണ്ടിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് കണ്ടു ആ ഭാഗം എന്നൊക്കെ പറഞ്ഞു നമ്മളോട്. എന്നിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് ചെയ്തു. ഞങ്ങൾ ചെയ്യണത് സ്കിറ്റാ ചെയ്യണത്. അവിടെ എത്തിയിട്ട് സ്കിറ്റ് ഞങ്ങൾ ഇവിടെ ഒരു മുത്തശ്ശി വയ്യാതെ നടക്കണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇട്ട് നിൽക്കാനുള്ള പറ്റില്ല, ഞങ്ങള് നോക്കണം, അമ്മയ്ക്ക് ഒറ്റയ്ക്കും പറ്റില്ല. അപ്പൊ എന്ന് വെച്ചാൽ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് പോവില്ല എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ട്, എന്നാ എന്താ ചെയ്യാ വെച്ചപ്പോ അവര് പറഞ്ഞു, ഞാൻ സ്റ്റാൻഡപ്പ് ആക്കാം, എന്നാ പെട്ടെന്ന് പഠിക്കൂലോ വന്നു. എന്നിട്ട് അങ്ങനെ ഞങ്ങള് പോയി. ഓഡീഷൻ കഴിഞ്ഞു. ഞങ്ങൾ നോക്കുമ്പോ എല്ലാരും സ്ക്രിപ്റ്റ് ഇരുന്ന് വായിക്കുന്നുണ്ട്, അത് പഠിക്കുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിൽ പേപ്പറില്ല, പേനല്ല, ഒന്നുമില്ല. എല്ലാവരും പേപ്പറും പേനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചു പോയി. അപ്പൊ ഞങ്ങളുടെ മുന്നില് മാഡം ഒക്കെ ഇരിക്കുന്നുണ്ട്, ഗ്രൂമേഴ്സ് എല്ലാവരും. ഞങ്ങൾക്ക് കണ്ടന്റ് വന്നിട്ടുണ്ടായിരുന്നു, അത് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ ഒരു ഫ്രണ്ടിലൊന്നും ചിരിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ചിരി തന്നില്ല. എന്നിട്ട് അവർ വന്നു, ചെയ്തൊക്കെ അടിപൊളിയുണ്ട്, സ്കിറ്റ് നമുക്ക് ഗ്രൂം ചെയ്തെടുക്കുമ്പോഴേക്കും ഒരു ടൈം ആവും, അപ്പൊ നിങ്ങൾക്കിപ്പോൾ അത്രയും ടൈം പറ്റില്ല വില പറഞ്ഞു. അപ്പൊ നമുക്ക് സ്റ്റാൻഡപ്പ് നോക്കാം, നിങ്ങൾ ഫാമിലി ആയിട്ട് ഇരുന്നിട്ട് ഒരു കണ്ടന്റ് നോക്കൂ. അവരൊരു കണ്ടന്റ് തന്നു. ഞങ്ങളുടെ ഫാമിലി ഒരു കണ്ടന്റ് എടുത്തിട്ട് നിങ്ങൾ ആചാരങ്ങളും അങ്ങനത്തെ ഒരു ഇത് നോക്കാം. അങ്ങനെ നോക്കി പിന്നെ അത് ഇങ്ങനെ ഇതാക്കി മാറ്റി. പക്ഷെ അത് ഭയങ്കരമായിട്ട് ക്ലിക്കായി, ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമായി. ഒന്നാമത് വേദുവിന്റെ സംസാരം കേൾക്കാൻ നല്ല രസമാണ്.
നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലെയല്ല, ഒരു സ്പെഷ്യലായിട്ട് എന്തോ ഉണ്ട് ആ സംസാരത്തിൽ. അത് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ ഇടയിൽ ഒരുപാട് പേര്, ഒരുപാട് അമ്മമാരാന്ന് തോന്നുന്നു അത്രയും കമൻറ്റ് വേദുനും ഇഷ്ടപ്പെട്ട് ആ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിലാണ് നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കേട്ടോ. നമുക്ക് എന്തായാലും അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോകാം. ഇത് ഒരു 1 സെന്റൻസിൽ നിങ്ങൾ പറയാം. വേദുവിൻ്റെ അടുത്ത് ഞാൻ ഒരു ചെറിയൊരു വേർഡ് ആയിരിക്കും ചോദിക്കുന്നത്, അതിനെ കുറിച്ചൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പറയാം. അതേപോലെ വേദു പറയാം. ഓക്കെ? മേതു, ഈ അമ്മ എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ മേതുവിന് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താ? ഞാൻ ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ അമ്മയുടെ ഉള്ള പിക്ചേഴ്സൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര സോൾ കണക്റ്റഡ് ആണ്. സോ അമ്മ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പറയാൻ വരുന്ന ഓർമ്മ വരുന്ന ഞങ്ങള് എങ്ങോട്ട് പോകണ്ടോ അപ്പൊ ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ ഒരു എന്താ പറയാ, ഞങ്ങൾ ഇങ്ങനെ നിക്കണമെങ്കിൽ അത് അമ്മ ആയിരുന്നു. കാരണം അച്ഛൻ അധികം ഉണ്ടാവാറില്ല, പക്ഷെ കൂടുതൽ അമ്മ ഞങ്ങളിപ്പോ വരാറ്. അത്രയും നമ്മളുടെ ഉള്ളിലത്തെ കഴിവ് അറിഞ്ഞിട്ട് ഒപ്പം എല്ലാത്തിനും കൂടെ നിന്നിട്ട് എന്താ പറയാ, അത്രയും ഇഷ്ടാ. ഭയങ്കര നമ്മൾക്ക് എന്താണ് ആഗ്രഹം അത് കൊണ്ടുപോകണം, അത് വളർത്തിയെടുക്കണം എന്നുള്ള ഒരു ഭയങ്കര എന്താ പറയാ, ഭയങ്കര സപ്പോർട്ടിങ് ആണ്. ഞങ്ങളിങ്ങനെ നിൽക്കാൻ കാരണം തന്നെ അമ്മയാ. കുറേ ചിട്ടകളൊക്കെ ഉണ്ടാവും ഇല്ലത്ത്. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആവേണ്ടതാണ് അമ്മ. പക്ഷെ ഏറ്റവും കൂടുതൽ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്താ അമ്മയായിട്ട്? ബാക്കിയുള്ളവര് എന്തിനാ അങ്ങനെ അവരെ ഇപ്പൊ ഞങ്ങൾ 10th പഠിക്കും, കൂടുതൽ അങ്ങനെ എടുക്കുമ്പോൾ ഞങ്ങൾ 10th പഠിക്കുമ്പോഴാണ്. 10th ഇപ്പൊ അച്ഛൻ്റെ ആയാലും നമ്മുടെ അതെ 10th പഠിക്കുമ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ വരെയും നാടകമൊക്കെ ഒരു ആള് വിളിച്ചു പറഞ്ഞാൽ അച്ഛൻ സ്പീക്കറിൽ അടിക്കണം. അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കി വെക്കാൻ അവരോട് പറയണം. ഇതൊക്കെ ഞങ്ങൾ കേൾക്കണ്ട്. അപ്പൊ അവരത് കേൾക്കാതെ ഞങ്ങളുടെ കഴിവ് അവരത് മൈൻഡ് ചെയ്തില്ല. ഞങ്ങൾ 10th ക്ലാസ് പോയത് ഭയങ്കര ചുരുക്കാം. കാരണം ഞങ്ങൾക്ക് ഓരോ ഇതായിട്ട്, പക്ഷെ അവര് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങളുടെ കഴിവ് അത് ഞങ്ങളാ തീരുമാനിക്കേണ്ടത്. അപ്പൊ അത് അവരെന്ത് ചെയ്യണം എന്നുള്ളത് അവരിപ്പോ എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം, നിങ്ങൾ ആ വഴിക്ക് പോയിക്കോളൂ, ഞങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഓപ്പളായാലും അതെ ആരായാലും അതെ ഞങ്ങളോട് പറഞ്ഞിക്കണേ. അത് ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ശരിക്കും എന്താവാൻ ആഗ്രഹം? ആർട്ടിസ്റ്റ് ആവാൻ തന്നെയാണ്. അപ്പം വേദുവിനോട് ചോദിക്കട്ടെ, അച്ഛൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം മീതു പറഞ്ഞു അച്ഛൻ അത്രയും സപ്പോർട്ടീവ് ആണ്, അച്ഛൻ എപ്പോഴും ഉണ്ടാവാറില്ല. പക്ഷെ എങ്കിൽ പോലും അച്ഛനുമായിട്ടുള്ള ബോണ്ടിങ് എങ്ങനെയാണ് നിങ്ങൾക്ക്? അച്ഛനായിട്ട് എങ്ങനെ ചോദിച്ചാൽ അച്ഛൻ ഇവിടെ ഒട്ടുമിക്ക ടൈമിൽ ഉണ്ടാവാറില്ല. അപ്പൊ എന്ന് വെച്ചാൽ സംസാരിക്കാൻ ഉള്ള ടൈമില് ഫുൾ എല്ലാരും ചില്ലിങ് ആണ്. അച്ഛനുള്ള ടൈമില് അച്ഛൻ ഭയങ്കര ചില്ലാണ്. അതെ, ഭയങ്കര. അതായത് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള ആൾക്കാരുടെ അച്ഛനൊക്കെ ഇതായിട്ട് നോക്കുമ്പോ അച്ഛൻ ഭയങ്കര ഒരു സ്ട്രിക്റ്റും അല്ല, ഒന്നുമല്ല, അങ്ങനെ ഒരു. പക്ഷെ വേണ്ട സമയത്താണ് എന്നാ അല്ല, ഒരു ഭയങ്കര കോമഡിയാണ്. എല്ലാരും കൂടി ഇരിക്കുമ്പോഴൊക്കെ വെറുത്ത എന്തെങ്കിലൊക്കെ വന്നിട്ട് ഇങ്ങനെ. ഈ അമ്മയ്ക്കോ അച്ഛനോ ആർക്കെങ്കിലും ഈ ഒരു അഭിനയം അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? അച്ഛൻ വെറുതെ തമാശക്ക് ഓരോന്ന് പറയാറുണ്ട്, പിന്നെ അച്ഛനും പറയും. പക്ഷെ എല്ലാരും പറയാറുണ്ട് ഇങ്ങനെ ഫാമിലി വൈസ് വന്ന ഓരോ കഴിവാണ് ഇപ്പൊ വരെയാണെങ്കിലൊക്കെ. പക്ഷെ അച്ഛനും അമ്മയും എപ്പോഴും പറയും അത് ഒരു കഴിവ് വന്ന ഫാമിലിക്കാര് നമ്മളുടെ എതിരെ നിന്ന ആൾക്കാർ പോലും അപ്പുറത്ത് വന്നിട്ട് നന്നായി എന്ന് പറയും. നല്ലൊരു കാര്യം വന്ന അതാണ് അവർ പറയണത് എന്ന് പറയും. ഓക്കെ, എന്തായാലും അടുത്തത് ഓപ്പോളിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു. ഓപ്പോൾ അത്രയും സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്ന, പേജ് മാനേജ് ചെയ്യുന്ന ഓപ്പോളാണ്, അതേപോലെ ഓരോ കാര്യത്തിനും കൂടെ വരുന്ന ഓപ്പോളാണ്, എന്തിനും ഓപ്പോളാണ്. അപ്പം ഓപ്പോളിനെ കുറിച്ചിട്ടുള്ള ബെസ്റ്റ് മൊമെന്റ് അല്ലെങ്കിൽ ഓപ്പോളുമായിട്ട് ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് എങ്ങനെയാണ് നിങ്ങൾ 3 പേരും തമ്മിൽ? സത്യത്തിൽ ഓപ്പോളാണ് പാവം, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്യും. ഓപ്പോള് ഇങ്ങനെ നിങ്ങളുടെ ഒരു തേർഡ് വീല് പോലെ നിങ്ങളിങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്ന ആളാണ് ഓപ്പോള്. അപ്പം ഓപ്പോളുമായിട്ട് നിങ്ങൾക്കുള്ള ഒരു ബെസ്റ്റ് മൊമെന്റ് എന്താണ്, ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? മെമ്മറബിൾ ആയിട്ടുള്ള ഒന്നും എന്താ വെച്ചാൽ ടാറ്റു അടിക്കാൻ പോയത്. മേതു ഓപ്പളും കൂടിയിട്ട് ടാറ്റു അടിക്കാൻ പോണേ. അപ്പൊ എന്താ വെച്ചാ അച്ഛനറിയില്ല മേതു ടാറ്റു അടിക്കാൻ രണ്ടാളും കൊണ്ട് പറഞ്ഞു നമുക്ക് സർപ്രൈസ് കൊടുക്കാം അച്ഛൻ. രണ്ടാളും പോയി. അച്ഛൻ വന്നപ്പോ എന്നോട് അമ്മോടെ ചോദിക്കണേ എവിടെ ടാറ്റു അടിക്കാൻ പോയത്. അച്ഛൻ വിളിക്കുന്നുണ്ട്, തുടങ്ങിയില്ലെങ്കിൽ ടാറ്റു അടിക്കുമ്പോ മേതിന് വേദനയൊന്നുമില്ല. അച്ഛൻ വിളിച്ചപ്പോ അച്ഛനോട് പറയാതെ വന്നിക്കണേ എന്ത് ഞങ്ങൾ തിരിച്ചു വന്നു. അതൊരു അച്ഛൻ പറയാളൊക്കെ, അതായത് ഇവര് കേട്ടിക്കണം ഞങ്ങൾ നെഗറ്റീവ് അല്ല, എന്നാ എന്തിനാ ഇപ്പൊ ടാറ്റു അടിക്കണം അങ്ങനെ ഒരു സാധനം ഉണ്ടാവൂലേ എല്ലാ സാധാരണ അച്ഛനും പറയാൻ. ഇവര് വന്ന് ഞാൻ നോക്കുമ്പോ മേത അച്ഛൻ്റെ അടുത്ത് കൊണ്ട് അച്ഛൻ നോക്കും ഞാൻ ടാറ്റു അച്ഛൻ പറയാണ്
പറയാൻ നല്ല അനിയത്തി, അത് കേൾക്കാൻ നല്ല ചേച്ചി ഉണ്ട്. അത് തന്നെയാണല്ലേ അനീതിമാർ എന്ത് പറഞ്ഞാലും ഓപ്പോൾ ഫസ്റ്റില് റെഡിയാണ്. എന്നിട്ട് ഓപ്പൺ ടാറ്റ് അടിച്ചില്ല. ഓപ്പൾക്ക് പേടി. ഓക്കെ, എന്തായാലും ഓപ്പോളാണ് നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുവന്നത്. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് ഓപ്പോളുടെ അടുത്താണോ? ഞങ്ങളുടെ കഴിഞ്ഞാൽ എന്തായാലും ഓപ്പോളുടെ അടുത്താണ്. ഞങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഓപ്പോളിന്റെ അടുത്താണ് പോകുന്നത്. ഓക്കെ, ഈ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. ഇപ്പം ഇൻഫ്ലുവൻസർ ആവുന്നേക്കാളും മുൻപ് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ടാവും. ഇൻഫ്ലുവൻസർ ആയതിനു ശേഷം കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ മാറിപ്പോയിട്ടുള്ളവരുണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഓ ഇവർക്ക് ഭയങ്കര ജാടയാണ് എന്ന് പറഞ്ഞ് പോയ ഫ്രണ്ട്സ് ഉണ്ടാവാം. നിങ്ങൾക്ക് ജാടയാണോ എന്ന് വിചാരിച്ചിട്ട് ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്ന് വിചാരിച്ച ആൾക്കാരുണ്ടാവും. അപ്പൊ ഫ്രണ്ട്സ് എന്ന് കേൾക്കുമ്പോൾ എന്താ ഓർമ്മ വരണേ? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിൽ ഗേൾസ് ആയിട്ട് അങ്ങനെ തീരെ അവര് ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങൾക്ക്. അമ്ന പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട് 5ാം ക്ലാസ് മുതൽ. ഞങ്ങൾ ഇന്ന് സംസാരിക്കൊന്നുമില്ല, പക്ഷെ കണ്ട ഞങ്ങള് ഫുൾ വൈബാണ്. അത്രയും ഇത് പറയും. പക്ഷെ ബാക്കിയുള്ളവരെന്താ വെച്ചാ അവരെന്താ, ഞങ്ങള് ഒരു 10th ഇങ്ങനെ പരീക്ഷ എഴുതാൻ പോയതാ. വൈകുന്നേരം പോകണം. രാവിലെ പോയിണ്ടായിരുന്നില്ല. രാവിലെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു. വൈകുന്നേരം പോയപ്പോ ക്ലാസ് കയറി ഇരിക്കാൻ നോക്കുമ്പോ ബാഗൊക്കെ വെച്ചിട്ടുണ്ട് കുട്ടികള്. അപ്പൊ ഞാൻ ബാഗ് മാറ്റുന്ന പറഞ്ഞാൽ ഞങ്ങളവിടെ പോയിരുന്നു. കഴിഞ്ഞിട്ട് വൈകുന്നേരം ആണ് വേറൊരു കുട്ടി സ്പൈ വർക്കറൊക്കെ പറഞ്ഞു. അതേപോലെ ഒരു കുട്ടീൻ്റെ ക്ലാസ്സിൽ. ആ കുട്ടി വിളിച്ചാണ്, വേദിജ മേജോ ക്ലാസ്സിൽ വന്നാൽ അവരെ കയറ്റില്ല പറഞ്ഞിട്ട് ബാഗ് വെച്ചായിരുന്നു അവര്. നെട്ടാണ് നിങ്ങൾ കയറിയിരുന്നേ പറഞ്ഞു. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് നമ്മൾ ഫ്രണ്ടിൽ വന്നിട്ട്. പക്ഷെ നമ്മുടെ മുന്നിലൊക്കെ എന്തൊക്കെയുണ്ട് വേദു സുഖല്ലേ പക്ഷെ അപ്പുറത്ത് പോയിട്ട് ചില കുശുമ്പുള്ള ഞങ്ങളുടെ അക്കൗണ്ട് ഹാക്കായ ടൈമില് അമ്മയുടെ ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മയുടെ അടുത്ത് ഇവര് വന്നിട്ട് പറയാ, ഈ ഒരു ടീമുണ്ട്, എത്രയും പെട്ടെന്ന് അവരുടെ അക്കൗണ്ട് തുടങ്ങും, അല്ലെങ്കിൽ 10K പോലും ആവില്ല അവർക്ക്. പക്ഷെ ഇപ്പൊ എത്രയൊക്കെ ഉണ്ട്? ഇപ്പൊ 124. ആ 10K ആവില്ല എന്ന് പറഞ്ഞവരുള്ളതാണ്. പക്ഷെ ആ ടൈമിൽ എന്താ വെച്ചാ ഞങ്ങളൊരു ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ്ങിലുള്ളവരെല്ലാരും നമ്മൾ ഭയങ്കര സപ്പോർട്ടാണ് നമ്മളുടെ. അതായത് എന്തുണ്ടെങ്കിലും എന്ത് എപ്പോഴും കൂടെ ഉണ്ടാവും. ഇപ്പൊ ക്ലാസ്സിലാണെങ്കിലും ഗേൾസിനെയൊക്കെ ബോയ്സ് ആയിരിക്കും നമ്മളോട്. അവരത് ചെയ്യട്ടെ, ടീച്ചർ എന്തെങ്കിലും പറഞ്ഞാൽ അത് അവര് ചെയ്യട്ടെ പറഞ്ഞിട്ട് നമ്മളെ സപ്പോർട്ട് ആക്കിയിട്ട് വേണ്ടിട്ട് പറയാനുള്ള ആ ടൈമില്. അപ്പൊ ഈ ബോയ്സ് നമ്മളോട് മിണ്ടണ കാണുമ്പോ ഇവർക്ക് അതിനൊക്കെ കുറെ പ്രശ്നങ്ങള്. അപ്പൊ വെച്ചാൽ അവരുടെ അടുത്തും ഇത് അവരും കേൾക്കാറുണ്ട് ഇങ്ങനെ, വേദിന്റെ അടുത്ത് ഇവരുടെ മുന്നിൽ നിന്നൊന്നും പറയണ്ട കേട്ടോ, വേദിന്റെ അടുത്ത് ചെല്ലുമെന്ന് പറഞ്ഞിട്ട് അവര് നമ്മളെ അടുത്ത് വന്ന് പറയാറുണ്ട്. ഇപ്പൊ എന്തായാലും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, ഇതുപോലെ നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഫ്രണ്ട്സ് മാത്രമല്ല, റിലേറ്റീവ്സ് ഉണ്ടാവും, നാട്ടുകാരുണ്ടാവും. എന്നാൽ പോസിറ്റീവ് പറയുന്ന ആൾക്കാരോട്ട് ഇവരോടൊക്കെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യാറ്? അല്ലെങ്കിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇപ്പൊ ഈ എന്നോട് കാണിക്കുന്ന പോലെ ഒരു ജസ്റ്റ് ഒരു സ്മൈൽ, അതാണ് ചിരിച്ചിട്ടെല്ലാം വിടും. പക്ഷെ പറയേണ്ട സ്ഥലത്ത് പറയും. പറഞ്ഞാൽ നമ്മൾ തിരിച്ച് ആരുടെയും അങ്ങനെ ദേഷ്യപ്പെട്ട് പറയേണ്ടി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എന്തിനിങ്ങനെ പറയണേ, ഞങ്ങൾ എന്താ തെറ്റ് ചെയ്തെന്ന് അങ്ങനെ ചോദിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? ആരുടെയെങ്കിലും ദേഷ്യപ്പെട്ട് നെഗറ്റീവ്സ് പറഞ്ഞ ഒരാളോട് ദേഷ്യപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഒരു മറുപടി പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? നേരിട്ട് അങ്ങനെ പറയണ്ട, കമന്റ് അങ്ങനത്തെ കൊടുക്കേണ്ടി വരുന്നല്ലാണ്ട് നേരിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. നേരിട്ട് ആരും പറയാറില്ല. എല്ലാരും നേരിട്ടാണ് ചക്കരയെ പഞ്ചാരയും അതാണ്. സ്കൂളിലേക്ക് എല്ലാവരും വിചാരിച്ചു ഞങ്ങൾ അങ്ങനെ അധികം ക്ലാസ്സിലാണെങ്കിലും സംസാരിക്കും എന്നാ സംസാരിക്കില്ല. ഞങ്ങളുടെ പണി കഴിഞ്ഞ് ഞങ്ങള് സംസാരിച്ചില്ലെങ്കിൽ ജാടിയാന്ന് പറയും. സംസാരിച്ചില്ലെങ്കിൽ പ്രശ്നം. അപ്പൊ ഞങ്ങളൊന്നും ഇങ്ങനെ മിണ്ടാതെ എന്തായാലും കട്ട ചങ്കലായിട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോവുക. വേദു ആൻഡ് മേതു ആഗ്രഹിച്ച പോലെ വലിയൊരു ആർട്ടിസ്റ്റ് ആവട്ടെ. അതിന് മുൻപ് എനിക്ക് ചോദിക്കാനുള്ളത്, കുറേ സമ്മാനങ്ങൾ ഇങ്ങനെ കണ്ടു കേട്ടോ. അതിനിടയിൽ ഞങ്ങൾ നോക്കിയപ്പോൾ ഈ 91 ബാച്ചിലൊക്കെ മേതു എങ്ങനെയാണ്, അതെന്താ സംഭവം? അത് അച്ഛൻ പഠിച്ച ബാച്ചുകാരുടെ അവരുടെ മറ്റേ ഗെറ്റ് ടുഗദർ ടൈമില് 10th പാസ്സായ അല്ലെങ്കിൽ കലോത്സവത്തിന് പോയ ആൾക്കാർക്ക് ഇങ്ങനെ ട്രോഫിയും കാര്യങ്ങളൊക്കെ തരണം. ലൈഫിൽ കിട്ടിയിട്ടുള്ള ബെസ്റ്റ് അവാർഡ് എന്താണെന്നാണ് ഇപ്പോൾ ഈ ഒരു മൊമെന്റ് വരെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് അവാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? വേദുവിനും കിട്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് അവാർഡ് പറഞ്ഞാൽ അച്ഛനും അമ്മ തന്നെയാണ്. അങ്ങനെ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളുടെ ജമീല ടീച്ചർ ഒരാൾ കാരണമാണ് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ടൈമിൽ ഞങ്ങൾ മെന്റലി ഭയങ്കര ഡൗൺ ആയ ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഞങ്ങൾ ഓക്കെ ആവാൻ കാരണം, ഞങ്ങൾ ഇങ്ങനെ ഇരിക്കാൻ കാരണം ആ ടീച്ചറാണ്. ഡിപ്രഷനോ
ഇത്രയും ചിരിച്ച് ഇത്രയും അത് ഭയങ്കര ചെറുപ്പത്തിലാ. അതെ അത് ആ ടൈമിൽ അത് കഴിഞ്ഞ് ഞങ്ങൾ വിട്ടു അത് കഴിഞ്ഞ് ഞങ്ങള് ഭയങ്കര സെറ്റായി. അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാണോ? ചിന്തിക്കുന്നില്ല. അത് അതെന്താ സംഭവം? എനിക്ക് ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്, എന്തായിരുന്നു അങ്ങനെ ഒരു മെന്റലി ഡൗൺ ആവാനായിട്ടുള്ള? പറയണോ ചോദിച്ചോട്ടെ. ഓക്കെ അത് വേണ്ട. അപ്പൊ എന്തായാലും ആ ഒരു പാസ്റ്റ് മെമ്മറി അത് 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 ഓർക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങള് അതിപ്പോ മനസ്സിലാക്കണം, ഞങ്ങളുടെ ഒരു നല്ലതിന് വേണ്ടിയിട്ട് അവർ വന്ന ഒരു ചെയ്തതുണ്ടായിരുന്നു. കാര്യമാണെന്ന് മാത്രമേ ഞങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. എന്തായാലും പാസ്റ്റ് ഒക്കെ പോട്ടെ, പാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ പ്രസന്റില് ഭയങ്കര ഹാപ്പിയാണ് വേദു ആൻഡ് മേതു. വേദുവിനെയും സ്നേഹിക്കുന്ന ആളുകളാണ് കൂടുതൽ. ഈ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒരു കുശുമ്പുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ നാട്ടുകാരുണ്ടെന്ന് പറയുമ്പോഴും, പക്ഷെ ഒരുപാട് സ്നേഹിക്കുന്ന നാട്ടുകാരും ഒരുപാട് കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സും അതേപോലെ തന്നെ ഇപ്പൊ പേഴ്സണലി എനിക്ക് പറയുകയാണെങ്കിലും വേദുവിനെയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളുടെ റീൽസോടല്ല എന്തോ നിങ്ങളുടെ സംസാരം ഭയങ്കര രസമാണ്. വ്ളോഗൊക്കെ നന്നായിട്ട് ചെയ്യണം, അടിപൊളിയാക്കണം കേട്ടോ. അതേപോലെ തന്നെ ആർട്ടിസ്റ്റ് ആവണം. ആരുടെ കൂടെ അഭിനയിക്കാനാ ഇഷ്ടം? എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല ആരുടെ ഒപ്പം ചെയ്യണം. ആർട്ടിസ്റ്റ് ആയാൽ മതി. എന്തായാലും വേദും ഒരു വലിയ ആർട്ടിസ്റ്റ് ആവട്ടെ. ആ സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഒക്കെ തരണം കേട്ടോ. എന്തായാലും ഇന്നത്തെ ക്ലിക്ക് ടോക്ക് ഇവിടെ അവസാനിക്കുമ്പോൾ അടുത്ത അതിഥിയായിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് കൃഷ്ണ സൈനിങ് ഔട്ട് ഫ്രോം മാറ്റ്നി ലൈവ്.